ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി. അതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത്. ആ ഗാനം തന്നെ. യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഗാനം. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു മാസം കൊണ്ട് 71 ലക്ഷം പേരിലധികം ഈ വീഡിയോ കണ്ടിരിക്കുന്നു. എന്താണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത? എന്തുകൊണ്ടാണ് മലയാളികൾ ഈ ഒരു ഗാനത്തെ ഇത്ര പെട്ടെന്ന് ഇതുപോലെ നെഞ്ചേറ്റിയത്? ഈ വീഡിയോ അതിലേക്കുള്ള ഒരു അന്വേഷണമാണ്. എന്തുകൊണ്ടാണ് മലയാളികൾ ഈ ഒരു ഗാനത്തെ ഇത്ര പെട്ടെന്ന് ഇതുപോലെ നെഞ്ചേറ്റിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തേടുന്നതിന് മുൻപ് എന്താണ് ഈ ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന കാര്യം കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഈ ഗാനത്തിൻ്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് നിഹാൽ സാദിഖാണ്. കമ്പോസ് ചെയ്തിരിക്കുന്ന നിഹാൽ സാദിഖും ഹനാൻ ഷായും ചേർന്നാണ് ഗാനം പാടിയിരിക്കുന്നത്. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കാണേണ്ടേ കാടുകൾ കരകൾ നിലയ്ക്കാതെ, ഇങ്ങനെയാണ് ആ ഗാനം തുടങ്ങുന്നത്. പാട്ട് തുടങ്ങുന്നത് നിഹാൽ സാദിഖാണ്. അടുത്ത വരികൾ പോകേണ്ടേ ദൂരൊരാളും കാത്തു നിൽക്കാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ നിലയ്ക്കാതെ. ഈ ഭാഗം പാടുന്നത് ഹനാൻ ഷായാണ്. ആദ്യത്തെ 2 ലൈനുകൾ നിഹാൽ പാടുന്നതിൽ നിന്നും കുറച്ചൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഹനാൻ പാടുന്ന വരികൾ. രണ്ടുപേരുടെയും ശബ്ദം ഏകദേശം ഒരേപോലെ തോന്നിക്കും, എങ്കിലും പാടുമ്പോൾ പ്രകടമായ വ്യത്യാസം ഫീൽ ചെയ്യുകയും ചെയ്യും. മലയാളം അറിയില്ലാത്ത ഒരാൾ മലയാളം പാടുന്നത് പോലെ തോന്നും നിഹാൽ പാടുന്നത് കേൾക്കുമ്പോൾ. ഈ പാട്ട് മാത്രമല്ല, ഖൽബിലെ പാട്ടാണെങ്കിലും 4 വർഷം മുൻപിറങ്ങിയ ചെകുത്താൻ എന്ന ആൽബത്തിലെ പാട്ടാണെങ്കിലും നിഹാൽ അങ്ങനെ തന്നെയാണ് പാടുന്നത്. അതാണ് അയാളുടെ ശൈലി എന്ന് തോന്നുന്നു. എന്നാൽ ഹനാൻ പാടുന്നത് നിഹാൽ പാടുന്നത് പോലെ അല്ല. അവിടെ നിന്നും ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞെത്ത് എന്നിടത്തേക്ക് വരുന്നത് 2 പേരും ചേർന്നാണ്. ഇവിടെ എത്തുമ്പോൾ പെർഫെക്റ്റ് ബ്ലെൻഡാണ് 2 ശബ്ദവും. 2 പേരുടെയും ശബ്ദത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത വിധത്തിൽ ബ്ലെൻഡാണ്. ഹനാൻ ഷായുടെയും നിഹാൽ സാദിഖിൻ്റെയും റെൻഡിഷൻ വളരെ കാഷ്വലാണ്. അതേപോലെ തന്നെ 2 പേരുടെയും ശബ്ദം അൺഫോഴ്സ്ഡ് ആണ്. ഒട്ടും ശ്രമകരമായി തോന്നിയില്ല. കൂളായി പാടുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുതന്നെ. 2 പേരും കാര്യമായ വോക്കൽ അക്രോബാറ്റിക്സ് ഒന്നും ചെയ്യുന്നുമില്ല. 2 പേരുടെയും വോക്കൽസ് വളരെ നാച്ചുറലാണ്. ഒപ്പം ഗാനത്തിൻ്റെ ഇൻറ്റിമേറ്റ് അന്തരീക്ഷത്തിന് ഉതകുന്ന തരത്തിലുള്ള അല്പം റോ ആയിട്ടുള്ള ഒരു റെസൊണൻസ് ഗാനത്തിൽ ഇവർ സൂക്ഷിക്കുന്നുമുണ്ട്. എന്നാൽ വോക്കൽസിലുള്ള വളരെ ചെറിയ ഇംപെർഫെക്ഷൻസ് പോലും ഗാനത്തിൻ്റെ ജെനുവിനെസ്സും വൈകാരികമായ റെസൊണൻസും എൻഹാൻസ് ചെയ്യുന്നുമുണ്ട്.